നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പുകയിലും അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട മേഘങ്ങളിലും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രതീക്ഷയുടെ വിളക്കായി മാറുകയാണ് 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾ. നിരവധി മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ സംഘർഷം മനുഷ്യജീവിതങ്ങൾ മാത്രമല്ല, ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവും സുരക്ഷാ തന്ത്രങ്ങളും വരെ കുലുക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ US-ഉം ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന ചർച്ചകൾ യുദ്ധഭൂമിയിൽ നിന്നുള്ള വെടിവെച്ചുകളെ നിശബ്ദതയിലേക്ക് മാറ്റാനുള്ള ആദ്യ നിർണായക പടിയായാണ് വിലയിരുത്തുന്നത്. സമാധാനത്തിലേക്കുള്ള വഴികൾ എത്രയോ തവണ അടഞ്ഞു പോയിട്ടുള്ള ഈ മേഖലയിലെ ചരിത്രത്തിൽ ഈ നീക്കം പുതിയൊരു അധ്യായത്തിന് തുടക്കമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നതിനായി US-ഉം ഇറാനും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഖത്തർ, ഒമാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി സൂചനകളുണ്ട്. നേരിട്ടുള്ള സംവാദത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത്തരം മധ്യസ്ഥ ഇടപെടലുകൾ തന്നെയാണ് ആശയവിനിമയത്തിന് വഴിതെളിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ലക്ഷ്യം യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനൊപ്പം മനുഷ്യാവകാശ പ്രതിസന്ധികളെ നേരിടുന്നതിനും കൂടിയാണ്. ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭക്ഷണം, മരുന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ലഭ്യതയെ ഈ യുദ്ധം ഗുരുതരമായി ബാധിപ്പിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കാലയളവിൽ മനുഷ്യാവകാശ സഹായങ്ങൾ എത്തിക്കാൻ സൗകര്യമൊരുക്കുക എന്നത് കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരിക്കാമെന്നാണ് പ്രതീക്ഷ. ഇതോടൊപ്പം തടവുകാരുടെ കൈമാറ്റം, ബന്ദികളായ ആളുകളുടെ മോചനം, സൈനിക നീക്കങ്ങളിലുള്ള നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചനകളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സായുധ സംഘടനകൾ പങ്കാളികളായിരിക്കുന്നതിനാൽ ഒരു ഏകോപിത കരാർ കൈവരിക്കുന്നത് ഏറെ സങ്കീർണമായിരിക്കുകയാണ്. US-ന്റെ നിലപാട് ഈ ചർച്ചകളിൽ നിർണായകമാണ്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും US ശ്രമിക്കുന്നതിനൊപ്പം യുദ്ധം വ്യാപകമാകുന്നത് തടയാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ കാര്യത്തിൽ സാമ്പത്തിക ഉപരോധങ്ങൾ, ആണവ പരിപാടി, പ്രാദേശിക സ്വാധീനം എന്നിവയെല്ലാം ഈ ചർച്ചകളിൽ പരോക്ഷമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനിടെ ഇസ്രായേലിന്റെ നിലപാട് കൂടുതൽ കടുപ്പമുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. സുരക്ഷാ ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ല എന്ന നിലപാട് തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ ഈ കരാറിൽ ഇസ്രായേലിന്റെ അംഗീകാരം നേടുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. മധ്യസ്ഥ രാജ്യങ്ങളുടെ പങ്ക് ഇവിടെ നിർണായകമാകും. ഖത്തറും ഒമാനും മുൻപ് നിരവധി സംഘർഷങ്ങളിൽ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കിയ അനുഭവമുള്ള രാജ്യങ്ങളാണ്. അവരുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പരസ്പര അവിശ്വാസം നിറഞ്ഞിരിക്കുന്ന US-ഇറാൻ ബന്ധത്തിൽ വിശ്വാസത്തിന്റെ ചെറിയൊരു പാലം നിർമ്മിക്കാൻ ഇവരുടെ പങ്ക് നിർണായകമാകും. ഈ 45 ദിവസത്തെ വെടിനിർത്തൽ കരാർ സ്ഥിരമായ സമാധാനത്തിനുള്ള ഒരു പരീക്ഷണ ഘട്ടമായിരിക്കും. ഈ കാലയളവിൽ യുദ്ധം നിയന്ത്രിക്കാനാകുമോ, കരാറിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമോ, കൂടുതൽ വ്യാപകമായ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമോ എന്നതെല്ലാം ഈ ഇടവേളയുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ പലപ്പോഴും താൽക്കാലിക നേട്ടങ്ങളിൽ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഈ കരാറിനോടുള്ള പ്രതീക്ഷകൾക്കൊപ്പം ജാഗ്രതയും ആവശ്യമാണ്. ചെറിയൊരു ലംഘനം പോലും വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നയിക്കാനിടയുണ്ട്. ഇതെല്ലാം തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവിതങ്ങളുടെ സംരക്ഷണമാണ്. നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനാകുമെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ചരിത്രത്തിൽ ഒരു നിർണായക വിപ്ലവമായി മാറും. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതാണ്, വെടിയൊച്ചകൾ നിശബ്ദമാകുന്ന ആ നിമിഷം. ഈ ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ അതൊരു താൽക്കാലിക സമാധാനം മാത്രമല്ല, കൂടുതൽ സ്ഥിരതയുള്ള ഒരു ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് കൂടിയായിരിക്കും. എന്നാൽ അതിനാവശ്യമായത് എല്ലാ പക്ഷങ്ങളും കാണിക്കേണ്ട സമാധാനവും വിശ്വസ്തതയും സഹനവുമാണ്. പശ്ചിമേഷ്യയുടെ ഭാവി ഇപ്പോൾ ഈ നിസ്സാരമായി തോന്നുന്ന എന്നാൽ അതീവ നിർണായകമായ ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ്.